ഹായ് ഫ്രണ്ട്സ്, ഞാനും നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു പൊളിപ്പൊപ്ലാപ്പി ആയിട്ടുള്ള ഒരു പക്കൂറയായിട്ടാണ്. ആ പക്കൂറ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. അവിടെ ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഒരു 8 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഒരു 10 തണ്ട് കറിവേപ്പില ഞാൻ ഇതുമാതിരി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാ നോക്ക്, ഞാൻ ഇതേമാതിരി വലിയൊരു ബോൾ എടുത്തിട്ടുണ്ട്. ആ ബോളിലോട്ട് ഇത് ഞാനൊന്ന് ഇട്ട് കൊടുത്ത് നോക്കിക്കേ. ഇനി അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സവാള കണ്ടല്ലോ, ഇതേമാതിരി ഒരു വലിയ ബൗള് സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേമാതിരി നീളത്തിന് കട്ട് ചെയ്തെടുത്തേന് അത് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ നമ്മൾ, ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, എല്ലാ സവാള ഇതിനകത്തിട്ട് കൊടുത്ത്. ഇനി അടുത്ത നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പിടി മല്ലിയിലയാണ്. ആ മല്ലിയില ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കുറേ കൂടുതൽ മല്ലിയില നമുക്ക് നല്ലതാണ്. മല്ലിയില, കരിവേപ്പില, ഇഞ്ചി, അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, വെള്ള എള്ളാണ്. ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പക്കൂറയാണ് ഉണ്ടാക്കണം. അത് എല്ലാവരും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഇത് വെള്ള എള്ളെന്ന് വെച്ചാൽ സിം എന്ന് പറയും. 3 ടീസ്പൂണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ അളവെടുക്കണം അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 3-4 ടീസ്പൂൺ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അതും ആഡ് ചെയ്ത് കൊടുത്ത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അരിപ്പൊടിയാണ്, റൈസ് ഫ്ലവറാണ്. ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 1 കപ്പ് അരിപ്പൊടി, 250 ml 1 കപ്പ് അരിപ്പൊടി ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ. ഇനി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ 2 കപ്പ് കടലമാവ് നിങ്ങൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. കടലമാവാണ് ഈ ബോട്ടലിലിരിക്കുന്നത്. കണ്ടല്ലോ, 2 കപ്പ് കടലമാവ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത്. നമുക്ക് പോരാതെ വന്നാൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും കടലമാവും എല്ലാം ഞാൻ ബോട്ടലിലാണ് ഇട്ട് വയ്ക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വേണ്ടിയുള്ളതെന്ന് വെച്ചാൽ കുറച്ച് കായപ്പൊടിയാണ്. നോക്കി, കായത്തിൻ്റെ പൊടിയാണ്. കുറച്ച് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂണിൽ കൂടുതൽ ഇട്ട് കൊടുത്ത്. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാണ്, നോമ്പല്ലേ, റംസാനല്ലേ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പം കായപ്പൊടി ഇട്ട് കൊടുത്ത്. ഇനി അടുത്ത നമുക്ക് വേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്ത്. ഉപ്പൊന്ന് ഒരുപാട് കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് വ്യത്യാസമായി പോകും. ഉള്ളി ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു കറുത്ത ടേസ്റ്റാണല്ലേ, ഒരു കറുപ്പ്, ഒരു കരിഞ്ഞ ടേസ്റ്റാണല്ലോ നമുക്ക് പക്കൂറയ്ക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് ഉപ്പിട്ട് കൊടുത്താൽ ആ കറുപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്കത് കിട്ടും. അപ്പോൾ അത് വേണ്ട, കുറച്ചേ ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു കളറിന് വേണ്ടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഒരു കുഞ്ഞ്, കൂടുതലിട്ട് കൊടുക്കല്ലേ കേട്ടോ, ഒരു നുള്ള്. ഇനി അടുത്തേക്ക് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 2 ടീസ്പൂൺ ഓയിൽ, കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 2 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ എല്ലാ മസാലകളും നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. നല്ലതുപോലെ ഇത് കറിവേപ്പിലയും കായപ്പൊടിയും ഉപ്പും മാവും കടലമാവും എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചേ വെള്ളം ഒഴിക്കാവൂ. ഈ ഉള്ളിയിലൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട് കുറേ കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ വെള്ളം ആയിട്ട് ഇറങ്ങും. കണ്ടല്ലോ, ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്ത് ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കണം. ഒരു 1/2 ഗ്ലാസിൻ്റെ വെള്ളത്തിന് വേണ്ടി ഇതിൽ തളിച്ച് കൊടുക്കാവൂ. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കുന്ന പക്കൂറ ഇത്രയും വലിയ ഒരു ബോളിലാണ് ഉണ്ടാക്കുന്നത്. കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ പക്കൂറ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം, ഈ പക്കൂറ എങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ടോ. മറക്കല്ലേ, എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ സഹോദരങ്ങളെ കേട്ടോ. ഇത് ഞാൻ റംസാനിക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങൾ വെള്ളം കൊച്ചൊന്ന് കുറഞ്ഞെന്ന് കാണുമ്പോഴത്തേക്ക് ഒരല്പം കൂടെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം, ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതങ്ങ് നല്ലതുപോലെ കുഴച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ എടുത്ത് നോക്കുമ്പം
ഈ ഉള്ളിയുടെയൊക്കെ വെള്ളം ഇറങ്ങി നല്ലതുപോലെ ജാം കണക്കായിട്ടിരിക്കും. അപ്പം നമുക്ക് അപ്പോഴുണ്ടാക്കാം. നിങ്ങൾ കണ്ടല്ലോ ഞാൻ മിക്സാക്കുന്നതെല്ലാം. ഇതാ നോക്കിക്കണി, ഞാൻ മിക്സാക്കി കഴിഞ്ഞു. കണ്ടല്ലോ നിങ്ങൾ, നല്ല നല്ല എന്താണ്ട ഉരുട്ടിയതാണ്ട ഇങ്ങനെ ഉരുണ്ട് വരും. ഇതാ നോക്കിക്കണി, ഞാൻ കുഴക്കട്ടണക്ക് പിടിച്ചപ്പോൾ അതിങ്ങനെ ഇരിക്കണം. അതേ പരുവത്തിന് നിങ്ങൾ കുഴച്ച് വയ്ക്കണം. കുറേ കഴിയുമ്പം, ഒരു അരമണിക്കൂർ കഴിയുമ്പം ഇത് നല്ല നല്ല ജാമായിട്ട് അടിപൊളി ഇതായിട്ട് വരും. വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് നമുക്ക് പക്കൂറ ഉണ്ടാക്കത്തക്ക പരുവത്തിനായി സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോഴും നമുക്ക് പക്കൂറ ഉണ്ടാക്കാം. ഇത് ഞാനൊന്ന് അടച്ച് വെക്കുകയാണ്. അരമണിക്കൂർ വയ്ക്കാം. ഇത് അങ്ങോട്ട് നോക്കിക്കേ, പക്കൂറയുടെ മാവ് മാഷാ അല്ലാ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഒന്നുകൂടെ കുഴച്ച് കൊടുക്കണം. കണ്ടല്ലോ എത്ര നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ കണ്ടു നോക്കിക്കാണി. അപ്പോൾ എല്ലാവരും ഇതേ അളവിൽ തന്നെ നിങ്ങൾ ചെയ്യണം. ചെയ്തതിന് ശേഷം നിങ്ങൾ ഫ്രൈ ആക്കാൻ നേരത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. മിക്സാക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ ഒരു ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടായി കിടപ്പുണ്ട്. അതിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതാ നോക്കിക്കേ, ഒരു ചട്ടിയിലോട്ട് ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്. അത് ചൂടായി കിടക്കുകയാണ്. ഇത് എങ്ങനെ പിടിക്കണമെന്ന് വെച്ചാൽ ഇതാ ഞാൻ പിടിക്കണ ഇങ്ങനെയാണ്. ഇതാ നോക്കി, ഞാൻ ഇങ്ങനെ ഇതുപോലെ എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് ഈ ചട്ടിയിൽ ഇങ്ങനെ ചപ്പിച്ച് പിടിക്കുന്നതാ. ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ ആക്കിയെടുക്കും. അല്ലാതെ ബോൾ കണക്കും വട കണക്കൊന്നുമല്ല ആക്കിയെടുക്കണം. ഇത് ചെറിയ പീസ് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വിസ്മില്ല. ഇതാ നോക്കിക്കാണി, ചെറിയ പീസ് അതാ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ എണ്ണയിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതാ നോക്കിക്കാണി, ഒന്നുകൂടെ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. കണ്ടല്ലോ, ചെറിയ പീസാക്കിയിട്ട്, പീസല്ല ചെറുതായിട്ട് എടുക്കാവൂ. ഒരുപാട് ഓവർ വലുതെടുക്കരുത്. കണ്ടല്ലോ, ഒരുമാതിരി പരത്തി എടുക്കണം. ഈ ചട്ടിയുടെ ഈ ചെമ്പിൽ ഇങ്ങനെ വെച്ച് ചേർത്തങ്ങ് പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ പരന്ന് വരും. അപ്പോഴത്തേക്ക് അതിലോട്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നല്ല അടിപൊളിയാണ്. കണ്ടോ, നോക്കിയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ. നോക്കി, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. പക്ഷേ അരമണിക്കൂർ വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ എത്ര വട ഉണ്ടാക്കാമെന്നറിയാമോ? അടിപൊളിയാണ് കേട്ടോ. നോക്കി, ബിസ്മില്ല. വീണ്ടും ഞാൻ ഇട്ട് കൊടുത്താൽ നിങ്ങൾ കണ്ടല്ലോ. ഇതേ മാതിരി നമുക്ക് എല്ലാം എടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. ഇതാ നോക്കിക്കാണെങ്കിൽ പക്കോറ കൂടെ ഇളക്കി കൊടുക്കണം. നല്ല ബ്രൗൺ കളറാക്കിയിട്ട് കോരണം. ഇത് കോരാറായി. നോക്കി, എന്താ ഇതിപ്പോൾ കോരാറായി വരുന്ന എന്താ, ഓവർ ബ്ലാക്കും ആവരുത്. നല്ല ബ്രൗൺ കളറാക്കിയിട്ട് കോരാം. അത് നോക്കിയോളി, ഞാൻ അരിപ്പയിലോട്ട് കോരയാണ് ഈ പക്കോറ. കണ്ടല്ലോ നിങ്ങൾ, നോക്കിക്കാണി. ബിസ്മില്ല. ഇതാ കോരിയിട്ട് അടുത്തത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതാ നോക്കിക്കാണി, നമ്മളെ പക്കൂറ എല്ലാം ഞാൻ ഫ്രൈ ആക്കി കോരിയിട്ടുണ്ടെങ്കിലൊന്നും കണ്ടു നോക്കിക്കാണി. ചിലിച്ചിലായിരിക്കണം. നോക്കിക്കാണി, നിങ്ങൾ നോക്കി ഇതെങ്ങനെ ഉണ്ടെന്ന്. കണ്ടു നോക്കി, നിങ്ങളെ മുമ്പിലിരിക്കണം. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ കമൻ്റ് അറിയിക്കണേ, സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.